ഹലോ ഗൈസ്, എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ ഒരു രസകരവും അറിവുമുള്ള ഒരു വീഡിയോ ആണിത്. മിസ്സാക്കരുത്, മുഴുവൻ കാണാൻ വേണ്ടി ശ്രമിക്കണം. ഇത് ഇപ്പോൾ പുതുതായിട്ടൊരു വീഡിയോ ചെയ്തുകൊണ്ട് ഒരു സ്ത്രീ പറയുന്നതാണ്. ക്രിസ്ത്യാനിയാണ് ആള്, കാസക്കാരത്തിയാണ്. കാസ ചിന്താഗതിയും അവരോട് തീവ്രമായിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കാസ തീവ്രവാദികളായ കാസ ചിന്താഗതിയുള്ള ആളുകളിൽപ്പെട്ട ആളാണ് ഇത്. ഇവർ പറയുന്നത് ആദ്യം നിങ്ങൾ കേൾക്കുക, ഒന്ന് കേട്ടു നോക്കൂ. അതിനുശേഷം ക്രിസ്ത്യാനികൾക്ക് മാത്രം കേൾക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എല്ലായിടത്തും കേൾക്കുന്ന എന്താന്ന് ചോദിച്ചാലുണ്ടല്ലോ, യേശു ക്രിസ്തു ആയിരുന്നെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കും എന്നുള്ളതാണ്. അപ്പം ശരിയാ, മറ്റു മതക്കാരത് പറയുമ്പോഴത്തേക്ക് ഞാൻ അതിനെ കുറിച്ച് പ്രത്യേകിച്ച് വിശദമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. എന്നാലും ഇപ്പം ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഇതിങ്ങനെ യേശു ക്രിസ്തു ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞ് കുറച്ച് ബൈബിൾ വചനവും ഇതെല്ലാം കൂട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ ക്രിസ്ത്യാനികളിൽപ്പെട്ട നല്ലവരായ ആളുകൾ എന്ത് ചെയ്തു? യേശു ക്രിസ്തു ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, യേശു ക്രിസ്തു എല്ലാവരെയും ചേർത്ത് പിടിക്കും എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സുവിശേഷമാണല്ലോ, അത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അത് വിശ്വസിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം നമ്മളെ നാട്ടിലുള്ളത്. എങ്ങനെ? ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അവരുടെ ബൈബിൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അങ്ങനെയാണ് അവരുടെ വിശ്വാസമെന്ന്. അപ്പൊ അത് ഈ പ്രശ്നത്തില് നല്ലവരായ ക്രിസ്ത്യാനികൾ പറഞ്ഞപ്പോൾ ഇവൾക്കത് പിടിച്ചില്ല. അപ്പൊ ഇവൾ അതിന്റെ സത്യസന്ധത തെളിയിക്കുകയാണ്. യേശു ക്രിസ്തു ഒരിക്കലും എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടില്ല എന്ന് ഇവൾ പറയുന്നതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. മെസ്സേജ് ആയിരിക്കും ഇവിടുന്ന് ഏതെങ്കിലും ക്യാപ്സ്യൂൾ ഫാക്ടറിയിൽ നിന്ന് വന്നതായിരിക്കും. എന്നാൽ നമ്മൾ ഒന്ന് ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ യേശു ക്രിസ്തു എല്ലാവരും ചേർത്ത് പിടിച്ചോ? ഈ പരിസര നിയമജ്ഞരെ യേശു ക്രിസ്തു എപ്പോഴെങ്കിലും ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? എന്ന് മാത്രമല്ല, എന്നാമാതിരി പണിയാ എല്ലാ ദിവസവും ആ മാർക്കറ്റ് കൊടുത്തോണ്ടിരുന്നത്. ഇങ്ങനെ അവര് അത് മാത്രമല്ല, യേശു ക്രിസ്തു ചെയ്തിട്ടില്ല എന്ന് ഒന്ന് രണ്ട് ആൾക്കാരെ പറഞ്ഞു. അത് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ട് പറയാണ്, എന്നമാതിരി പണിയാണ് യേശു ക്രിസ്തു അവർക്ക് കൊടുത്തത്, അതുപോലെയാണ് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും കൊടുക്കേണ്ടത്. ഞാൻ തിരിച്ചു ചോദിക്കുന്നു, നിങ്ങളുടെ മത്തായിന്റെ സുവിശേഷത്തിൽ 2 വചനം ഉണ്ടായി, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നിങ്ങൾക്ക് അറിയണാണല്ലോ. അതിൽ പറയുന്ന വചനം എത്രത്തോളം നിങ്ങൾക്ക് അത് ബാധകമാകും, എത്ര ശരിയാകുന്നില്ലെന്നും കൂടി നിങ്ങൾ കൂട്ടി വായിക്കുക. എന്ത് എന്നമാത്രം പണിയാണ് യേശു ക്രിസ്തു കൊടുത്തത്. അപ്പൊ അതേപോലെ ഈ പണി സിസ്റ്റർ കൊടുത്തത് ഒരു തെറ്റുമില്ല എന്നാണ് സ്ഥാപിച്ചത്. ഇവള് പറഞ്ഞു കേട്ടോളൂ, അങ്ങനെ ഈ സിസ്റ്റർ ചെയ്ത് വളരെ ശരിയാണ് എന്ന് കാസ ചിന്താഗതിയായ തീവ്രവാദിയായ ഈ തീവ്ര ചിന്താഗതിയുള്ള തീവ്രമത വിശ്വാസമുള്ള ഇവർ എന്ന് കാസ തീവ്ര ചിന്താഗതി ഞാൻ മാത്രം പറയണല്ല, എല്ലാവരും പറയണ. കാരണം മുസ്ലിങ്ങളെ മേക്കെട്ടിട്ട് കാണ്ട് തീവ്രവാദി എന്ന് പറഞ്ഞുകാണ്ട് അങ്ങനെ മേയണ്ട. നിങ്ങൾ അത്ര നല്ല ആൾക്കാരല്ല കാസക്കാർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോൺ ജോർജാണ് ഇവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള പിന്തുണ. സോൺ ജോർജ് ആരാണ്? RSSന്റെ പിന്തുണ ഉള്ള ആളാണ്. PC ജോർജ് ആരാണ്? RSSന്റെ പിന്തുണ ഉള്ളതാണ്. അപ്പൊ ഈ ആന്റണീന്റെ മകൻ ആരാണ്? ഇവരൊക്കെ കാസ ചിന്താഗതിക്കാരും മറ്റോലും ഒന്നാണ്. ആ ഒന്നായി നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ മേപ്പട്ടക്ക് കയറാൻ നിൽക്കണ്ട. അത് ഇവൾ ഇനി പറഞ്ഞു കേട്ടു. മാനമര്യാദയായിട്ട് പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയും കഞ്ഞി കുടിച്ച് കിടക്കട്ടെ, ഈ സാപത്തിലൊന്ന് രോഗശാന്തി കൊടുത്ത് ഞങ്ങൾക്ക് പണിയുണ്ടാക്കരുത്, ഞങ്ങൾ ഈ മതമൊക്കെ വിറ്റ് എങ്ങനെയും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു. 6 ദിവസം ഉണ്ടല്ലോ ജോലി ചെയ്യാൻ കഴിയുന്ന, ഒറ്റ ഒരു ദിവസം നീ ഒന്ന് രോഗശാന്തി കൊടുക്കാതിരുന്നാൽ മതി എന്ന് യേശുവിനോട് നല്ല മര്യാദയ്ക്ക് പറഞ്ഞു. യേശു അത് കേട്ടോ? യേശു അന്നേരം പറഞ്ഞു, നന്മ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ദിവസമൊന്നും വേണ്ട, നിയമജ്ഞരെ എന്താണ് യേശു ക്രിസ്തുവിന്റെ എന്തോ കാര്യത്തിൽ അവിടുത്തെ ജനങ്ങൾ ചോദിച്ചോലെ യേശുവിനെ വിശ്വസിക്കാത്ത ആളുകൾ. ഇന്നിപ്പോ യേശുവിനെ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നില്ല, ഹിന്ദുക്കളും വിശ്വസിക്കുന്നില്ല, ക്രിസ്ത്യാനികൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ചോദിച്ചു അന്നത്തെ. അപ്പൊ എന്താ യേശു ക്രിസ്തു പറഞ്ഞ്? പറ്റൂല, അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തോന്നാ ചോദിച്ചത്. അതാണ് ചോദിക്കുന്നത് ഇവള്. അപ്പൊ എത്ര കൃത്യമായിട്ടാണ് ഇവളെ വാക്കുകൾ കൊണ്ടുവന്നുകാണ്ട് ആ സംഭവത്തിനെ സ്ട്രോങ് കൂട്ടുന്നെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പണി അവർക്ക് കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് അവരത് പോരാഞ്ഞിട്ട് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യും, ഈ 6 ദിവസവും നിങ്ങൾ വന്ന് രോഗശാന്തി മേടിച്ചു, ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വെറുതെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ജനങ്ങൾ കേട്ടു. അപ്പൊ അതുകൊണ്ട് യേശുക്രിസ്തു എല്ലാരെയും ചേർത്ത് പിടിച്ചില്ല. യേശുക്രിസ്തു ചേർത്ത് പിടിച്ചത് എന്താണെന്നറിയോ? സത്യം, നീതി, ന്യായം എന്നീ കാര്യങ്ങളാണ് യേശുക്രിസ്തു ചേർത്ത് പിടിച്ചത്. ഇപ്പൊ ആ സിസ്റ്ററും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചത് അത് തന്നെയാണ്. അതായത്
അപ്പം യേശു ക്രിസ്തു എല്ലാരും ചേർത്ത് പിടിച്ചില്ല. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ആളുകൾ മാത്രമേ സത്യം, ന്യായം, നീതി കാട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ സിസ്റ്റർ അങ്ങനെ ചെയ്തത്. താങ്ക് യു സിസ്റ്ററെ. നിങ്ങളൊരു സിസ്റ്ററിന് പെണ്ണാണല്ലോ, മലയാളക്കാരത്തിയാണല്ലോ, നിങ്ങൾ ഉത്തരേന്ത്യക്കാരത്തിയല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഛത്തീസ്ഗഡത്തെ ആൾക്കാർ ബജറംഗ് ദളിന്റെ നിങ്ങൾക്കിട്ട് പണിയെന്ന്. കാരണം യേശുക്രിസ്തു പണി തരുമ്പോ തിരിച്ച് യേശുക്രിസ്തുവിന്റെ മണവാട്ടികൾക്ക് പണി കിട്ടണ്ടേ? അത് ആരാ കൊടുത്ത? മുസ്ലിങ്ങളല്ല കൊടുത്ത്, ബജറംഗന്റെ ആൾക്കാരാ. അവിടെ പോയിക്കോളി. അതുകൊണ്ട് തന്നെയാണ് അവർ പണി തരുന്നത്. നിങ്ങളെ പോലുള്ള ആൾക്കാരെ പ്രസംഗം അവരും കേട്ടിട്ടുണ്ട്, അവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഈ പ്രസംഗം അവർ കേൾക്കും, മനസ്സിലാക്കും. അപ്പൊ നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ട്, എത്രത്തോളം മറ്റുള്ളവരുടെ മതത്തിനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്ന വർഗീയ ചിന്താഗതിയുള്ള വിഷം നിങ്ങളെ മനസ്സിൽ, നിങ്ങൾ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? വളരെ വർഗീയവാദികളാണ് എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. അതിന് നിങ്ങൾക്ക് ഛത്തീസ്ഗഡത്തെ ബജറംഗ് ദളിന്റെ ആൾക്കാരെ ഞാൻ അഭിനന്ദിക്കുന്നു. ആ സിസ്റ്ററും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചത് അത് തന്നെയാണ്. അതായത് ആ സ്കൂളിൽ വരുന്ന എല്ലാ കുട്ടികളും, അതാരായാലും അവരുടെ ജാതിയും മതവും വർഗവും ഒന്നും ഇല്ലാതെ അവർക്ക് വന്ന് പഠിക്കാനുള്ള സൗകര്യം, ആ ഒരു ന്യായം, ആ ഒരു നീതി, അതാണ് അവിടെ ചേർത്ത് പിടിച്ചത്. അവിടെയാണ് യേശുക്രിസ്തുവിന്റെ പ്രസക്തി അവിടെ ഉണ്ടാകുന്നത്. അതിനു പകരം ആ സിസ്റ്ററിനെ ഓരോ എന്തൊക്കെയോ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞ്, ഈ മറ്റുള്ളവർ പറയുന്നത് നമുക്ക് സഹിക്കാം, പക്ഷെ ഈ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തതും മതം തിരികെ കയറ്റേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഈ ആവശ്യം ഇത് കയറ്റിക്കൊണ്ട് ഇതിനകത്ത് യേശുക്രിസ്തുവിനെ ഭരിച്ചിടേണ്ട കാര്യമുണ്ട്? ഇന്നുവരെ ബൈബിൾ വചനം ഉപയോഗിച്ചിട്ടില്ലാത്ത, ബൈബിൾ കേട്ടിട്ടില്ലാത്തവരെല്ലാമാണ് ബൈബിൾ വചനം കൂട്ടി ഇത് കോപ്പി പേസ്റ്റ് അടിച്ച് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അവിടെ ഒരു ന്യായം നടപ്പാക്കുന്നു. മനസ്സുള്ളവര് വരിക, മനസ്സില്ലാത്തവര് പോവുക, ഇത്രയും ഒരു കാര്യമേ ഉള്ളൂ. ഇവിടെ തട്ടമിടാതെ പഠിക്കാനുള്ള അവകാശവും അല്ലെങ്കിൽ അങ്ങനെ നടക്കാനുള്ള അവകാശവും ഇവിടുത്തെ മുസ്ലിം ജനവിധത്തിൽപ്പെട്ട ആൾക്കാർക്കില്ലേ? അവരുടെ ന്യായം നടപ്പാക്കുന്നു, അവരുടെ നീതി നടപ്പാക്കുന്നു. അതാണ് അവിടെ യേശുക്രിസ്തുവിന്റെ പ്രസക്തി. അല്ലാതെ ഒരു കാര്യം പറയും, യേശുക്രിസ്തു എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടില്ല. യേശുക്രിസ്തു നിയമജ്ഞരെയും ഫരിസേയരെയും, അതായത് ജനങ്ങളെ കബളിപ്പിച്ച് മതത്തിന്റെ പേരിൽ തെറ്റിദ്ധരിപ്പിച്ച് അതിൽ മുതലെടുക്കുന്ന അതാരാണ് മതത്തിൽ മുതലെടുക്കുന്ന? നിങ്ങളെ പോലുള്ള കാസക്കാര്. അതല്ലേ ഇപ്പൊ ഇവിടെ കണ്ടത്. നിങ്ങളെ പോലുള്ള കാസക്കാര് മുതലെടുക്കുന്നത് കണ്ടു. നിങ്ങളെയുള്ള വേറെ മുസ്ലിങ്ങൾക്ക് തട്ടദാനം നടക്കണ്ടേ? അവർക്ക് ടൗസർ ഇട്ട് നടക്കാം. ആരവിടെ മുടക്കിയത്? ആരെങ്കിലും മുടക്കിയോ? ടൗസർ ഇട്ട് വരുന്ന ആൾക്കാർക്ക് ആർക്കേലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായോ? ഇല്ല. ആരേലും പറഞ്ഞോ ഞങ്ങൾ ഇതൊന്നും ധരിക്കാതെ വരിക? നിങ്ങൾക്ക് വിഷയമല്ല. പക്ഷെ അവിടെ വിഷയം വന്നത് എന്താണ്? അവിടെ വിഷയം വന്നത് തട്ടം ധരിച്ചു എന്നത് മാത്രമേ തെറ്റിയത്. ഇത് തട്ടം ധരിച്ചു, അത് ഇസ്ലാമിക വേഷാണ്. നിങ്ങൾക്ക് ഇസ്ലാമിനെ കണ്ടിട്ട് ആരെ കണ്ടുകൂടാ? ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങളുടെ യേശു ക്രിസ്തു പറഞ്ഞല്ലോ, അത് നിങ്ങൾ എങ്ങനെ വായിക്കണം എന്നറിയോ? വായിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഛത്തീസ്ഗഡിൽ നടന്നത് നിങ്ങളെ പോലുള്ള ആളുകളല്ല അവര്. അതാ ഞാൻ പറഞ്ഞത്, ആവർത്തിച്ചു പറയുന്നു, നല്ലവരായ ക്രിസ്ത്യാനികൾക്കും കൂടിയും ഇങ്ങനെയുള്ള ആളുകൾ പണി കരുതുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? ഇനി കേട്ടോളൂ ബൈബിളിൽ എന്താണ് പറയുന്നത്. മുസ്ലിം മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു സംഘടനകളുടെ കീഴിലുള്ള സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. ആ വഴിക്ക് നോക്കുമ്പോൾ ഒരു മാതൃക എന്ന നിലയിൽ ഈ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെല്ലാം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഉണ്ടെന്ന് മാത്രമല്ല, ധാരാളം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഹിന്ദുക്കൾ പഠിക്കുന്നുണ്ട്. ശബരിമലയിൽ പോകുന്ന കാലത്ത് ഹിന്ദുക്കൾക്ക് കറുത്ത വസ്ത്രം ധരിക്കുന്നതിന്, അവർക്ക് 1 മാസമോ 2 മാസമോ ഒക്കെ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല, അതൊരു ആദരവോടുകൂടിയാണ് കാണുന്നത്. പൊട്ടുതെട്ട് വരുന്ന കുട്ടികളുണ്ട്, കുരിശ് ധരിച്ചു വരുന്നവരുണ്ട്. കുരിശ് ധരിക്കൽ അവർക്ക് മതത്തിന്റെ ഒരു എസൻഷ്യൽ ഭാഗമൊന്നും അല്ലെങ്കിൽ പോലും അവരുടെ ആചാരത്തിന്റെ ഭാഗമായി ചില കുടുംബത്തിൽപ്പെട്ടവർ, വിദ്യാർത്ഥികൾ പോലും കുരിശ് ധരിച്ചു വരിക എന്ന് വരുമ്പോ അതിന് തടയാറില്ല. സ്കൂളില്, മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ തൊപ്പി ധരിക്കുന്നത് ചിലയിടങ്ങളിൽ അത് യൂണിഫോമിന്റെ ഭാഗമായിട്ട് പുസ്തകങ്ങളിൽ, പ്രോസ്പെക്ടസുകളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. അതുപോലെ പെൺകുട്ടികൾക്ക് തലമറക്കുന്നത് എഴുതി വെച്ചിട്ടുള്ളതാണ്. എന്നാൽ അതേ സ്കൂളിൽ വരുന്ന അമുസ്ലിം വിദ്യാർത്ഥികളെ തൊപ്പി വയ്ക്കാനോ വിദ്യാർത്ഥിനികളെ തലമറക്കാനോ നിർബന്ധിക്കാറില്ല എന്ന് മാത്രമല്ല, ചെറിയൊരു പ്രേരണ പോലും അവർക്ക് നൽകാറില്ല.
കാരണം അതവരുടെ മതത്തിന്റെയോ ആചാരത്തിന്റെയോ സ്വാതന്ത്ര്യമാണ്, അതവർ പാലിച്ചു കൊള്ളട്ടെ എന്ന് തന്നെയാണ് വെക്കുന്നത്. അങ്ങനെയാണ് വെക്കേണ്ടതും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോസ് മുഴുവനായിട്ടും പ്ലീസ് നിങ്ങളിത് കേൾക്കണം. ഇതിൽ 2 വീഡിയോസ് ഉണ്ട്. ഒന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ച് പറയുന്ന വീഡിയോസ്, അതിനുശേഷം ഒരു ക്രിസ്ത്യാനി പെണ്ണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയമുണ്ടല്ലോ, ഹിജാബ്, അതേപോലെ തന്നെ ഒരു കന്യാസ്ത്രീ സ്കൂളിൽ നിന്നൊരു പെൺകുട്ടിനെ ഒഴിവാക്കുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് വളരെ അവരുടെ ആ ഒരു പൈശാചികമായിട്ടുള്ള ഉള്ളിലുള്ള ഹൃദയത്തിന്റെ കറുപ്പ് പുറത്തെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനി വന്നിട്ടുണ്ട്. അവൾ പറയുന്നത് എന്താണ്? അവൾ ചെയ്തത്, ഈ സിസ്റ്റർ ചെയ്തത് ശരിയാണ്, ആ പ്രസിഡന്റ് ചെയ്തത് ശരിയാണ്. ഏത്? കാസാക്കാരനായ, കാസ ചിന്താഗതിയുള്ള, കാസ പ്രവർത്തകനായ ആ പ്രസിഡന്റ്. ഈ സിസ്റ്റർ ആകട്ടെ ആരുടെ കൂടെയാണ് അവരുടെ സഹവാസം? ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആരാണ്? കാസയാണ്. അപ്പൊ ഈ കാസ എന്ന തീവ്രവാദികളായി ചിന്താഗതിയുള്ള ആളുകൾ, ഇസ്ലാമിനെ കരിവേറിത്തേക്കാനായിട്ട് നടക്കുന്ന ആളുകൾ, അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വന്നതാരാണ്? സോൺ ജോർജ്. അത് സിസ്റ്റർ തന്നെ പറഞ്ഞു. അപ്പൊ സോൺ ജോർജ് പ്രഖ്യാപിച്ചു വന്നു. ആരെ മകനാണ്? പി സി ജോർജിന്റെ. പി സി ജോർജ് ആരാണ്? BJP കാരനാണ്. ആന്റണിന്റെ മകനാരാണ്? BJP കാരനാണ്. ഇങ്ങനെയുള്ള ഈ കൂട്ടുകെട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവർ ക്രിസ്ത്യാനികൾ രക്ഷപ്പെടും, ഞങ്ങൾ ഇവരെ കൊണ്ട് എന്ന് ധരിച്ചുകൊണ്ട് നടക്കുകയാണ്. വേറൊന്നുമല്ല. അതിന് ഇവർക്ക് തന്നെ നമ്മൾ കാണത്തക്ക വിധത്തിൽ ഛത്തീസ്ഗഡിൽ നല്ലൊരു പണി കിട്ടി. അപ്പൊ ഈ പണി കിട്ടിയെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഞാൻ എന്റെ ഭാഷയിലല്ല പണി കിട്ടിയെന്ന് പറഞ്ഞത്. ഈ പെണ്ണ് പറയുന്നു, ക്രിസ്ത്യാനിയായ ഈ പെണ്ണ് പറയുന്നു, ഒരിക്കലും യേശു ക്രിസ്തു എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടില്ല. ഇതിന് മറുപടി ആരാ കൊടുക്കേണ്ടി? ഇവൾക്ക് ഞാനല്ല, ഞാൻ ഒരു മുസ്ലിമാണ്. ക്രിസ്ത്യാനികളാണ് കൊടുക്കേണ്ടത്. നല്ലവരായ ക്രിസ്ത്യാനികൾ പറഞ്ഞു. മീഡിയയിലൊക്കെ നമ്മൾ കണ്ടല്ലോ, യേശു ക്രിസ്തു ആയിരുന്നെങ്കിൽ ഈ പണി ചെയ്യൂല. കാരണം യേശു ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് പറഞ്ഞ അവരാണ് ഈ തെണ്ടിത്തരം കാട്ടുന്നത്. അതൊരിക്കലും യേശു ക്രിസ്തു പഠിപ്പിച്ചല്ല. എന്നിട്ടോ കന്യാസ്ത്രീകളിൽ പെട്ട ആളുകൾ തന്നെ എന്ത് ചെയ്തു? മറ്റേ കുട്ടികളെ സ്വീകരിച്ചു, മുസ്ലിം കുട്ടികളെ സ്വീകരിച്ചു. അത് ഇവരെ വിചാരം ഈ കന്യാസ്ത്രീകളും ഈ ക്രിസ്ത്യാനികൾക്കും മാത്രമേ ഇവിടെ സ്കൂളുള്ളൂ എന്നുള്ള ധാരണയാണ്. അത് ഇവരെ പോലുള്ള വാക്കുകൾക്ക് മറുപടി പറയുമ്പോൾ വരുന്ന വാക്കാണ് കേട്ടോ. എന്താണോ നമ്മൾ, അതാണ് ഞാൻ പറഞ്ഞത്. മത്തായിന്റെ സുവിശേഷത്തിൽ 2 വാക്കുകൾ ഞാൻ ഇപ്പൊ കേൾപ്പിക്കും നിങ്ങളെ. നിങ്ങൾ എന്താണോ വിതക്കുന്നത്, നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങൾക്കത് തിരിച്ചു കിട്ടും എന്നാണ് പറഞ്ഞത്. അത് എവിടെ നിങ്ങൾക്ക് കിട്ടി? യേശു ക്രിസ്തു എല്ലാവരും സ്നേഹിക്കൂല. അപ്പൊ ഹിന്ദുക്കളെയും യേശു ക്രിസ്തു സ്നേഹിക്കൂല, മുസ്ലിങ്ങളെ യേശു ക്രിസ്തു സ്നേഹിക്കൂല. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബജറംഗ് ദളിന്റെ ആളുകൾ ഛത്തീസ്ഗഡിൽ നിങ്ങൾക്ക് പണി തന്നത്. യേശു പണി കൊടുത്തതുപോലെ ഈ പെണ്ണ് പറയുന്നുണ്ട്, യേശു ക്രിസ്തു ആരെയും എല്ലാരും സ്നേഹിച്ചിട്ടില്ല. പക്ഷേ യേശു ക്രിസ്തു എന്തോരം പണിയാണ് മറ്റവർക്ക് കൊടുത്തതെന്നാ. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ആളുകൾക്ക് എന്തോരം പണിയാ കൊടുത്തിക്കണെന്ന്. അപ്പൊ ഈ മനസ്സിലുള്ള ഈ ഒരു സത്യം കൊണ്ട് നടക്കുന്നവരാണ് ഈ കാസ ചിന്താഗതിക്കാർ. അപ്പൊ ഇത് ബാക്കിയുള്ള ആൾക്കാർ നിങ്ങളെ സംസാരം ഇല്ല എന്നാണ് നിങ്ങൾ ധരിച്ചത്. നിങ്ങൾ എന്താ ഇതിലിട്ടത്? ഇത് ക്രിസ്ത്യാനികൾ മാത്രം കേൾക്കേണ്ടതാണ്. അപ്പൊ ക്രിസ്ത്യാനികൾ മാത്രം കേൾക്കുകയും ചെയ്യുക, മറ്റുള്ളവർക്ക് ഒരു വെടിയും കൂടിയും കൊടുക്കുക. ഒരു ഉന്തും അതിന്റെ കൂടെ ഒരു ചവിട്ടും. ഇത് വളിക്ക് പെയിന്റ് അടിച്ചണ മാതിരിയാ. ഇട്ടാ പൊട്ടും പിടിച്ചാ കിട്ടൂല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല നിങ്ങൾ? ഞങ്ങൾ ചെറുപ്പത്തിൽ പറയും, ഇട്ടാ പൊട്ടും പിടിച്ചാ കിട്ടൂല. ഇട്ടാല് പൊട്ടും, സൗണ്ട് ഉണ്ടാവും, പിടിക്കാൻ കിട്ടൂല. അന്ന മാതിരിയാണ് ഇവളെ സംസാരം. എന്നോട് ക്ഷമിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ സൗഹാർദ്ദം നിലനിർത്തണം, സൗഹാർദ്ദമായി ജീവിക്കണം എന്ന് പറയുന്ന വീഡിയോസേ ഞാൻ ചെയ്യാറുള്ളൂ. ആ ചിന്താഗതിക്കാരനാണ് ഞാൻ. പക്ഷെ ഇങ്ങനെയുള്ള വിഷങ്ങൾ പറയുമ്പോൾ ഇതിന് മറുപടി അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇവർക്ക് കൊടുക്കണം. യേശു ക്രിസ്തു അങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത്? അത് നിങ്ങൾ പറയണം. ഇനി ഇവൾ പറയുന്നു ആ സിസ്റ്റർ ചെയ്തത് ശരിയാണ്. അപ്പം മുസ്ലിങ്ങളായ ചില പർദ്ദ ഇടാൻ ഇഷ്ടമല്ലാത്ത, ഹിജാബ് ഇടാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കും അങ്ങനെ നടക്കണ്ടേ? അവരുടെ സ്വാതന്ത്ര്യമല്ലേ? അവര് ടൗസർ ഇട്ട് നടന്നോട്ടെ. ഏത് മുസ്ലിമാണ് ഇവിടെ അവരെ വേണ്ടാന്ന് പറഞ്ഞിക്കണോ? ടൗസർ ഇട്ട്. നിങ്ങൾ കന്യാസ്ത്രീകളുടെ വേഷം ഇടുന്നുണ്ടോ? ഇല്ല. കന്യാസ്ത്രീകളുടെ വേഷം എന്താണ്?
മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കി ഭാഗം മറക്കുക. അത് നിങ്ങൾ ഏത് കളറാകട്ടെ ഏത് ഇതാകട്ടെ, ഷെയ്പ്പൊന്നല്ലേ പെണ്ണിന്റെ ഒരു മുഖം, അത് കാണുന്നു, കൈ കാണുന്നു, ബാക്കിയുള്ള ഭാഗം മറയുന്നു. അത് മുസ്ലിങ്ങൾ പർദ്ദയായിട്ട് ഇടുമ്പോ അതിന് പർദ്ദ എന്നൊരു പേര് കൊടുക്കുന്നു, അല്ലേ? അത്രേ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ അതിന്റെ വേഷം എന്താണെന്ന് മനസ്സിലാക്കാൻ പെണ്ണുങ്ങളായ ചില ആളുകൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിപ്പോ മുസ്ലിം സമൂഹത്തിലത്തെ ആളുകൾക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം. ഈ പ്രായപൂർത്തിയായ പെണ്ണ് ശരീരം മറക്കണമെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. ഞാൻ പറയില്ല, അത് മതം പഠിപ്പിക്കണതാണ്. അപ്പൊ അതിനെ അടിവറ വെച്ചുകൊണ്ട് ഒരു മതപഠനം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമില്ല. അപ്പൊ ഇത് പറഞ്ഞു വന്നെന്താ, ഇതേപോലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പഠിക്കുന്ന സ്ഥാപനത്തിലത്തെ ആള് പറയുന്നത് നിങ്ങൾ കേൾക്കൂ. അവിടെ ഹിന്ദുക്കൾ വരുന്നുണ്ട്, ക്രിസ്ത്യാനികൾ വരുന്നുണ്ട്, മുസ്ലിങ്ങൾ വരുന്നുണ്ട്. എന്നാ മുസ്ലിം കുട്ടികൾക്ക് അവിടെ നിബന്ധന ഉണ്ട്, എങ്ങനെ തൊപ്പി ധരിക്കണമെന്നും പെണ്ണുങ്ങള് തല മറക്കണമെന്നും തട്ടടണം. അത് ഇവർക്ക് നിർബന്ധം ഇല്ലാന്ന് മാത്രമല്ല, പ്രോത്സാഹനം കൂടി കൊടുക്കണില്ല. അപ്പൊ എത്ര നല്ല നീറ്റിലാണ് അവിടെ പോണത്. അവിടെ ഹിന്ദു രക്ഷിതാക്കൾ ഉണ്ടല്ലോ അതിൽ പഠിപ്പിക്കണ, അവരില്ലെങ്കിൽ ഇല്ല എന്ന് പറയട്ടെ. ക്രിസ്ത്യാനികളുടെ മാതാപിതാക്കൾ അവിടെ അങ്ങനെ ഇല്ല അറിയട്ടെ, വെറുതെ പറയണെന്ന് പറയട്ടെ. ഇത് നമ്മളെ കണ്ണുകൊണ്ട് കണ്ട സംഗതിയാണ്, കേരളക്കാര് മുഴുവൻ കണ്ട സംഗതിയാണ്. മറ്റേത് ഇല്ല സംഗതി, അതും നിങ്ങൾ കേട്ടു നോക്കൂ. അത് കേട്ടതിന് ശേഷം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും. നിങ്ങൾ തീരുമാനിക്കുക. യേശു ക്രിസ്തു അങ്ങനെ ചെയ്തിട്ടില്ല എന്നാ ഇവള് പറയുന്നത്. കാരണം ഇവൾ കാസ ചിന്താഗതിക്കാരാണ്. ഇങ്ങനെ ഇല്ലാതെ മതസൗഹാർദ്ദം, കാരണം ഇവർ മുസ്ലിങ്ങൾക്ക് ഇട്ട് പണി തരാൻ വേണ്ടിയിട്ടാണ് ഏത് വരെ വാക്കാണെങ്കിലും അത് ഉണ്ടാകുക. കാരണം തീവ്ര ചിന്താഗതിയുള്ള ആളുകൾക്കൊക്കെ ആ വാക്കേ വരുള്ളൂ. എന്നാൽ ഒരു മുസ്ലിമിന്റെ സന്ദേശം എന്താ നിങ്ങള്, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം സമൂഹത്തിന് പ്രഖ്യാപിച്ചു, പറഞ്ഞു കൊടുത്തു. എന്താണ് പ്രഖ്യാപിച്ചേ? എല്ലാവർക്കും ഇട്ട് പണിയെടുക്കാനല്ല പഠിപ്പിച്ചു കൊടുത്തേ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. നിങ്ങൾ പഠിക്കൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസികളെ, നിങ്ങൾ മുസ്ലിങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയാണ് എങ്കിൽ, വയറ് നിറച്ച് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭക്ഷണം കഴിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ 40 വീട് പട്ടിണിയിലാണോ, അവർക്ക് ഭക്ഷണമുണ്ടോ, അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാതെ, അവരെ വയറ് നിറക്കാതെ, വയറ് നിറച്ച് ഉണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്നാണ്, മുസ്ലിമിൽ പെട്ടവനല്ല എന്നാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ മുസ്ലിങ്ങൾ തട്ടടാതെ നടക്കണോലുണ്ട്, ഇഷ്ടപ്പെടുന്നോല്. അത് ടൗസർ ഇടാതെ നടക്കാൻ ഇഷ്ടപ്പെടുന്നോലും ഇസ്ലാം മതത്തിലുണ്ട്. അത് മുസ്ലിം എന്ന് പറയാൻ പറ്റൂല. മുസ്ലിം പേര് അവർക്കുണ്ടാവും. ഏതുപോലെ? മദ്രസ പൊട്ടനെ പോലെ. ആരിഫ് ഹുസൈൻ ഉണ്ടല്ലോ, ഇസ്ലാം മതത്തിന്റെ പേര് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ കരിവാരി തേക്കുന്നത്, യുക്തിവാദി ആയിക്കൊണ്ട്. എന്നാൽ അവന്റെ ഉമ്മയും ബാപ്പയും കുടുംബം മുഴുവൻ മുസ്ലിമാണ്. ജാമിദാനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ജാമിദ എന്നാ പേര്, മുസ്ലിം പേര്, പ്രവർത്തനം മുസ്ലിമിനെതിര്. ജബ്ബാർ മാഷ്, മുസ്ലിം പേര്, പ്രവർത്തനം തീവ്രമായിട്ടുള്ള ചിന്താഗതി, ഇസ്ലാമിന്റെ ശത്രുക്കൾ. അപ്പൊ ഇതേപോലുള്ള മുസ്ലിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ഇസ്ലാം മതല്ല. ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പഠിക്കൂ, പ്രവാചകൻ കാണിച്ചെന്ന് പഠിക്കൂ. നിങ്ങളെ യേശുവിനെ ഞങ്ങൾ കുറ്റം പറയില്ല. എന്തുകൊണ്ട് ചെറിയ യേശുവിനെ കുറ്റം പറയാത്തെ? യേശുവിനെ ഞങ്ങൾ പ്രവാചകനായിട്ടാണ് കാണുന്നത്. യേശു ഒരിക്കലും ചെയ്യൂല. നിങ്ങളെ മനസ്സിലുള്ള യേശു അങ്ങനെ ചെയ്യും, ഈസാ നബി അത് ചെയ്യുകയില്ല. കാരണം ആ ഈസാ നബിന്റെ അനുയായികളാണ്. അവിടെ നിന്നിട്ട് എല്ലാ പ്രവാചകന്മാരെയും പിൻപറ്റുന്നവരാണ് മുസ്ലിങ്ങൾ. ഒരിക്കലും ഈസാ നബി അങ്ങനെ പഠിപ്പിക്കൂല എന്ന് മാത്രമല്ല ചെയ്യൂല. കാരണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ നന്മ പഠിപ്പിക്കാനും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിലേക്ക് അടുപ്പിക്കാനും വന്നവരാണ് പ്രവാചകന്മാർ. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ താറാറാണ് എന്ന് മാത്രം ഞാൻ പറയുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കേൾക്കുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. മതം ഏതായിരുന്നാലും അത് മതത്തിന്റെ അനുയായികൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ലക്കും ദീനുക്കും വലിയ ദീൻ, ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എന്ത്? ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അള്ളാഹുവിനെയും ഇസ്ലാം മതത്തിനെയും നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ മതത്തിനെയും വിശ്വസിക്കുകയില്ല. ഞാൻ നിങ്ങളോട് നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവനെ നിങ്ങളും ആരാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഇതാണ് മുസ്ലിമിന്റെ വിശ്വാസം. ലക്കും ദീനുക്കും വലിയ ദീൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും
വല അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഇത് സൂറത്ത് ഇത് 109 സൂറത്ത്. എന്താണ് ഇതിൽ പറഞ്ഞത്? പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം. അപ്പൊ ഇസ്ലാം പ്രബോധനം ചെയ്യുമ്പോൾ അവിടെ അവിശ്വാസികളായ ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ വിശ്വസിക്കാത്ത, ഇസ്ലാമിനെ അംഗീകരിക്കാത്ത ആളുകൾ. അത് അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അത് മരിക്കോളം ഖിയാമത്ത് വരെ, ലോകാവസാനം വരെ ഉണ്ടാവും. ഏതുപോലെ നിങ്ങൾ ക്രിസ്തുവിനെ ആരാധിക്കുന്നു, നിങ്ങൾ ജീവിക്കുന്നു. ഭൂരിപക്ഷം ആളുകൾ അങ്ങനെയാണോ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അവരവരുടെ ദൈവങ്ങളെയാണ് വിശ്വസിക്കുന്നത്. മുസ്ലിമും അങ്ങനെയാണ്, അള്ളാഹുവിനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ മതവിശ്വാസം അന്നും ഇന്നും എന്നുമുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകൾ നബിനോട് പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കും, എന്നാൽ നിങ്ങൾ ആരാധിക്കുന്നതിനെയും ഞങ്ങൾ ആരാധിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്? ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എല്ലാവരുടെയും സൃഷ്ടാവാണ്. അതിനെ ആരാധിക്കാനാണ് പറയുന്നത്. അപ്പൊ അത് മുസ്ലിങ്ങൾ അത് മനസ്സിലാക്കുകയും പ്രവാചകന്മാരുടെ കൽപ്പന അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രവാചകൻ പറഞ്ഞത് ശരിയാണ് എന്ന് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു. അപ്പൊ അവിടെയുള്ള അവിശ്വാസികളായ ആളിൽ നിന്ന് വിശ്വാസം പകർന്നുകൊണ്ട് ആ വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ ആളുകളാണ് ഇസ്ലാം മതം വിശ്വസിക്കുന്നത്. ആ വിശ്വസിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ പോയാൽ ഇസ്ലാം മതം വലുതാകും. അല്ലാതെ മുഹമ്മദ് നബിനെ മാത്രമല്ല ഇത് കുറ്റം. കാരണം ആളുകൾക്ക് വിശ്വാസം വരികയാണ്, ആളുകൾ ചിന്തിക്കുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഈ വിഗ്രഹത്തിനെ ഞാൻ എന്തിനു ആരാധിക്കണമെന്ന് മനുഷ്യൻ ചിന്തിക്കുകയാണ്. അപ്പൊ അതൊരു വേറെ വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മതം വിശ്വസിക്കുന്നത് പരലോകമായിട്ട് ബന്ധപ്പെട്ടതാണ്, എന്നാൽ മരണാനന്തര ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ് വിശ്വാസം. ആ മുസ്ലിം ആകട്ടെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച്, പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ച് ഈ ഭൂമിയിലും നല്ലവനായി ജീവിക്കണം. മരണാനന്തരം ആ ജീവിതത്തിന്റെ ഫലമായി സ്വർഗലോകം കിട്ടും. ക്രിസ്ത്യാനികളും പറയുന്നുണ്ട്, പക്ഷെ അവരുടെ രീതി വേറെയാണ്. അപ്പൊ അവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തു എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടില്ല, പണി കൊടുത്തു എന്നാ പറഞ്ഞു. മുഹമ്മദ് നബി ഒരിക്കലും പണി കൊടുത്തിട്ടില്ല, പണി ചേർത്ത് പിടിക്കാനാ പറഞ്ഞത്. അതിന്റെ തെളിവ് ഒന്നാമത് ഞാൻ പറഞ്ഞ എന്താണ്? നീ വയറ് നിറച്ച് ഉണ്ണുകയാണ് എങ്കിൽ, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും നീ 40 വീട്, നിന്റെ അയൽപക്കത്തുള്ള 40 വീട് പട്ടിണി ഇല്ലാതെ കടക്കുന്നുണ്ട് എന്ന് നീ ഉറപ്പ് വരുത്തണം. ഉറപ്പ് വരുത്തിയേ പറ്റുള്ള. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നീ ഒരു മുസ്ലിം. അല്ലാതെ നീ വയറ് നിറച്ച് തിന്നുകാണ്ട് കതകു അടച്ച് സുഖമായിട്ട് കടന്നുറങ്ങി കൂർക്കം വലിച്ചിട്ട് അയലോക്കത്ത് പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നീ പണി കൊടുത്തവനല്ല, നീ പണി വാങ്ങിയവനാണ് എന്നാണ് മതം ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇസ്ലാം എന്താണെന്ന് പഠിക്കാത്തതാണ് നിങ്ങളുടെ താറാറ്. നിങ്ങൾ പഠിച്ചത് ആരിഫ് ഹുസൈനൊക്കെ പറയുന്നത് പോലെയുള്ള തെറ്റായ മെസ്സേജുകളാണ്. അത് നമുക്കത് ബാധകമല്ല. പക്ഷെ നിങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഇത് പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞാൻ എന്തായാലും ബാധ്യസ്ഥനാണ്. കാരണം ഞാൻ നിങ്ങളെ വീഡിയോ കേട്ട അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. മനുഷ്യൻ ഭൂമിയിൽ ഒരുമിച്ച് കൈകോർത്ത് നിൽക്കേണ്ടവനാണ്. ഒറ്റക്കൊറ്റക്ക് ജീവിക്കാൻ ആർക്കും കഴിയൂല. കാരണം നിങ്ങളുടെ സ്ഥാപനത്തിൽ, ക്രിസ്ത്യാനികളുടെ സ്ഥാപനത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങളുടെ സ്ഥാപനത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വർക്ക് ചെയ്യുന്നുണ്ട്. ഹിന്ദുക്കളുടെ സ്ഥാപനത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും വർക്ക് ചെയ്യുന്നുണ്ട്. എന്തതിന് തെറ്റ്? അത് ദുനിയാവാണ്, ഭൂമിയാണ്, ചെയ്യാം. ആരാധനയും വിശ്വാസവും വേറെയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവനെ ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നതിനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിവിടെ പ്രവാചകൻ പറഞ്ഞു. നബിയെ പറയുക, ഏ വിശ്വാസികളെ വിളിച്ചാണ്ട് പറയണേ, ഏ അവിശ്വാസികളെ, നബിനോട് വിശ്വസിക്കാൻ പറഞ്ഞ അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിനെ വിശ്വസിക്കാത്ത ആളുകൾ അവിശ്വാസികൾ. ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന വിശ്വാസികൾ ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത മുസ്ലിങ്ങൾ അവിശ്വാസികൾ. ഏതുപോലെ അവിശ്വാസമാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഹിന്ദുക്കൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വിശ്വാസികളും ഹിന്ദുക്കൾ അവിശ്വാസികളും. ഈ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല, മുസ്ലിങ്ങൾ അവിശ്വാസികളും. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു, അപ്പോൾ നിങ്ങൾ വിശ്വാസികളും.
എന്ന പോലെ തന്നെ ഇസ്ലാം മതത്തിൽ അള്ളാവിനെ വിശ്വസിക്കുന്നവർ വിശ്വാസികളും അള്ളാവിനെ വിശ്വസിക്കാത്ത അവിശ്വാസികളും. വളരെ കൃത്യാണ് കാര്യം. അതിനൊന്നും തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇന്നും അന്നും എന്നും നടക്കണം. എന്നിട്ട് പറയാണ് ലാ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ മറ്റവൻ ആരാധിക്കുന്നില്ല, മറ്റവൻ ആരാധിക്കണേ നമ്മൾ രണ്ടാളും ആരാധിക്കുന്നില്ല. വളരെ സ്പഷ്ടാണ് കാര്യം. എന്നിട്ടോ വല അന്തും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. സത്യല്ലേ? വല അന ആബിദും മാ അബത്തും, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ അഥവാ നിങ്ങളുടെ ആരാധ്യനെ ഞാനും ആരാധിക്കുന്നില്ല. വല അന്തും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിച്ചു വരുന്നതിനെ അഥവാ എന്റെ ആരാധനെ നിങ്ങളും ആരാധിക്കുന്നില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മതം അനുസരിച്ച് ജീവിക്കാം, നിങ്ങൾക്ക് മതം അനുഷ്ഠിക്കാം, കാര്യം ചെയ്യാം. ഞാൻ നിങ്ങളിൽ ഇടപെടുന്നില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, ഞാൻ ആരാധിക്കുന്നത് നിങ്ങളും എന്ത് ചെയ്യാ, എനിക്ക് വിട്ടുതരിക. ഇത്രേ ഉള്ളൂ. അതാണ് ഒരു മുസ്ലിം ചെയ്യുന്നത്. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. അതെന്താണ്? മതം അനുസരിച്ച് പരലോകത്തിൽ വിജയിക്കണോ വിജയിക്കണ്ടേ, സ്വർഗം കിട്ടണോ സ്വർഗം കിട്ടണ്ടേ എന്നുള്ള പണി എടുക്കേണ്ടത് മതത്തിന്റെ അടിസ്ഥാനത്തിലും മതഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ടാണ്. ആ മതഗ്രന്ഥം പഠിക്കാം. നിങ്ങളുടെ മതം എനിക്ക് പഠിക്കാം, എന്റെ മതം നിങ്ങൾക്ക് പഠിക്കാം, മറ്റവരുടെ പഠിക്കാം. അങ്ങനെ പഠിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിയിൽ ഏതാണോ നമ്മുടെ പരലോകത്തിന് അനുയോജ്യമായിട്ടുള്ളത്, ഏത് ഗ്രന്ഥമാണോ പറയുന്നത്, തെരഞ്ഞെടുത്തുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഇതാണ് ആകത്തുക. വളരെ ലളിതമായി പറയാൻ ഞാൻ ശ്രമിച്ചത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. മുസ്ലിങ്ങളെ, ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, നമ്മൾ നല്ലൊരു സമൂഹമാണ്, നമ്മൾ കേരളക്കാരാണ്, നല്ല ആളുകളാണ്, നല്ല മനസ്സുള്ളവരാണ്, പരസ്പര സ്നേഹമുള്ളവരാണ്. ഇത് നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്ന് കളയരുത്. എനിക്ക് ഹിന്ദു പണിക്കാരുണ്ട്, ക്രിസ്ത്യൻ പണിക്കാരുണ്ട്, ഞങ്ങൾ തമ്മിൽ യാതൊരു വിവേചനവുമില്ല. 1000 1500 റുപ്യ ഞാൻ കൂലി കൊടുക്കും. മനസ്സിലായോ? എൻ്റെ ഒരു മേസ്ത്രിക്ക് ഹിന്ദു ഹെൽപ്പറാണ് 900 റുപ്യ അതും കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ പറ്റി ചെയ്യാ? നമ്മളെന്തിനാ പരസ്പര വിദ്വേഷം ഇട്ടുകൊണ്ട്? അത് നടക്കൂല. ഞാൻ ഏത് തീവ്രവാദികള്, ഇനി കാസായാലും ശരി, ആരായാലും ശരി, ഒരു തീവ്രവാദം കൊണ്ട് ഒരു മതത്തിനെയും അടിച്ചമർത്താൻ സാധ്യമല്ല. കാരണം ബോധവാന്മാരാണ് നമ്മുടെ നാട്ടിലത്തെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.